ആത്മീയ ചികിത്സയുടെ മറവിൽ പീഡനം. ഭിന്നശേഷിക്കാരിയായ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ആത്മീയ ചികിത്സകൻ അറസ്റ്റിലായി. കള്ളന്തോട് സ്വദേശി മുഹമ്മദ് മഷ്ഹൂർ തങ്ങളെയാണ് കുന്നമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇംതിയാസ്, ആത്മീയ ചികിത്സയുടെ മറവിൽ നടന്ന പീഡനമാണ്, അതും ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ. ഏതൊക്കെ വകുപ്പിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇംതിയാസ്? ഉമൈബാൻ, ഈ മുഹമ്മദ് മഷ്ഹൂർ തങ്ങൾ എന്ന് പറയുന്നത് കോഴിക്കോട് കള്ളന്തോട് സ്വദേശിയാണ്. കുറെ കാലമായി അദ്ദേഹം ഈ ആത്മീയ ചികിത്സ അവിടെ ഇദ്ദേഹത്തിന്റെ വീട് കേന്ദ്രീകരിച്ച് നടത്തി വരുന്നുണ്ട്. ഇവിടേക്ക് 40-കാരിയായ ഒരു സ്ത്രീ, അംഗവൈകല്യമുള്ള സ്ത്രീയാണ്, ഭിന്നശേഷിക്കാരിയായ സ്ത്രീയാണ്. ചികിത്സക്ക് എത്തിയപ്പോൾ ചികിത്സയൊക്കെ ഭേദമാക്കി തരാം എന്ന് പറഞ്ഞാണ് ഈ സ്ത്രീയോട് പണം ആവശ്യപ്പെടുന്നതും അങ്ങനെ കുറെ പണമൊക്കെ കൈക്കലാക്കിയെന്നാണ് പറയുന്നത്. അതിനുശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ സ്ത്രീ പരാതിയുമായി കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അതിന് പിന്നാലെയാണ് വീട്ടിലെത്തി തന്നെ ഈ മഷ്ഹൂർ തങ്ങളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് എത്തിയത്. അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കുന്നമംഗലം സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധന അടക്കമുള്ളവ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നാളെ ആയിരിക്കും കോടതിക്ക് മുൻപിൽ, മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കുന്ന നടപടികളിലേക്ക് കടക്കുക. എന്നാൽ ഇത് ആദ്യത്തെ പരാതിയല്ല ഇദ്ദേഹത്തിനെതിരെ, ഈ മഷ്ഹൂർ തങ്ങൾക്കെതിരെ, പ്രതിക്കെതിരെ വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തന്നെ എടുത്തിട്ടുണ്ട്. അത് ഒരു യുവതിയെ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക നൽകി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു നേരത്തെ ഈ മഷ്ഹൂർ തങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന പരാതി. ഇതും ഈ ചികിത്സയുടെ മറവിൽ തന്നെ നടന്ന ഒരു പീഡനമാണ്. അന്ന് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണവും മറ്റ് ആഭരണങ്ങളും ഒക്കെ കൈക്കലാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് അറസ്റ്റ് വരുമെന്ന് കണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യമൊക്കെയും എടുത്തത്. 40 പവൻ സ്വർണവും 7 ലക്ഷം രൂപയും ആ സ്ത്രീയിൽ നിന്ന് കവർന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എന്തായാലും മറ്റൊരു 40 വയസ്സുള്ള ഒരു ഭിന്നശേഷിക്കാരി നൽകിയ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഈ മഷ്ഹൂർ തങ്ങളുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ കേട്ട പ്രകാരമാണെങ്കിൽ മുഹമ്മദ് മഷ്ഹൂർ തങ്ങൾ ചില്ലറക്കാരനല്ല. നിരവധി സ്ത്രീകളെ അയാൾ ഈ വിധത്തിൽ ഈ ആത്മീയ ചികിത്സയുടെ മറവിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. പണവും സ്വർണവും ഉൾപ്പെടെ അപഹരിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള നടപടിയാണ് ആവശ്യം. ഇയാളെ ഒരുപക്ഷെ നാളെ കോടതിയിൽ ഹാജരാക്കിയേക്കും എന്നുള്ള വിവരങ്ങളാണ് ഇംതിയാസ് കരീം കോഴിക്കോട്ട് നിന്ന് പങ്കുവച്ചത്.